ഇന്ന് നമുക്ക് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഇത് എണ്ണയിലൊന്നും വറുത്ത് കോരാതെ ഓവനൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. കുഴച്ച് വെച്ച മാവിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അടച്ച് വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിലേക്ക് സവാള അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുത്തെടുക്കാം. ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തി പലകയിലേക്ക് അല്പം മൈദപ്പൊടി ഇട്ട് കൊടുത്ത് കുഴച്ച് വെച്ച മാവ് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. മുട്ടയുടെ പകുതിയും കൂടെ വെച്ച് കൊടുത്ത് മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിലേക്ക് ഫോർക്ക് കൊണ്ട് അരിവൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് അതിൽ അല്പം നെയ്യും കൂടെ പുരട്ടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുട്ടയുടെ മഞ്ഞയും കൂടെ പുരട്ടി അതിലേക്ക് എള്ളും കൂടെ വിതറി കൊടുക്കാം. ഇനി കുക്കറിൽ സ്റ്റാൻഡ് വെച്ചതിന് മുകളിലായിട്ട് ഇത് വെച്ച് കൊടുത്ത് 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേ 25 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം. ഇവിടെ കുക്കായിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.